5 ലോകകപ്പുകൾ നേടിയ ബ്രസീൽ ഇത്തവണ പ്രതീക്ഷകളുമായാണ് അമേരിക്കയിലേക്ക് പറക്കുന്നത്. ലോകകപ്പിനായുള്ള 24 വർഷത്തെ കാത്തിരിപ്പ് ഇത്തവണ അവസാനിപ്പിക്കുമെന്നാണ് ടീം അംഗങ്ങൾ പറയുന്നത്. കാൽപന്തുകളിയിൽ മായാലോകം തീർക്കുന്നവരാണ് ബ്രസീൽ. 1930 മുതൽ ലോകകപ്പ് ഫുട്ബോളിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ ടൂർണമെന്റുകളിലും ബ്രസീൽ പന്തു തട്ടിയിട്ടുണ്ട്. കാർലോ അഞ്ചലോട്ടിയുടെ ശിക്ഷണത്തിൽ 2026 ലോകകപ്പ് പ്രതീക്ഷയുമായി ഇറങ്ങുന്ന ബ്രസീലിന് മുന്നിൽ ഒരേ ഒരു സ്വപ്നം, സ്വർണ്ണക്കപ്പ്. 1970 ഫുട്ബോൾ മാന്ത്രികൻ പെലെയുടെ നേതൃത്വത്തിൽ ലോക കിരീടം ചൂടിയതിനു ശേഷം പിന്നീട് 24 വർഷം ബ്രസീലിന് കാത്തിരിക്കേണ്ടി വന്നു. ലോകത്തിലെ ഫുട്ബോൾ ഒന്നാമനാകാൻ റൊമാരിയോയും ബബറ്റോയും അടങ്ങുന്ന സഖ്യം അന്ന് ഗാലറികളെ ഇളക്കിമറിച്ചു. ബ്രസീലിന്റെ അവസാന കിരീട നേട്ടം 2002 ആയിരുന്നു. റൊണാൾഡോയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്ന് വിജയ കിരീടം ചൂടി. ഇത്തവണയും കപ്പ് എന്ന നേട്ടം ലക്ഷ്യം കണ്ടില്ല എങ്കിൽ കാത്തിരിപ്പ് 4 വർഷം കൂടി നീളും. ഗ്രൂപ്പ് സിയിലാണ് ഇത്തവണ ബ്രസീൽ. എതിർപക്ഷത്ത് മൊറോക്കോ, സ്കോട്ട്ലൻഡ്, ഹെയ്ത്തി. ഇതിലുമുണ്ട് ചെറിയൊരു കൗതുകം. 1998 ലോകകപ്പിൽ മൊറോക്കോയ്ക്കും സ്കോട്ട്ലൻഡിനും ഒപ്പമുള്ള ഗ്രൂപ്പിലായിരുന്നു ബ്രസീൽ. 28 വർഷങ്ങൾക്ക് ശേഷമാണ് സ്കോട്ട്ലൻഡ് ലോകകപ്പ് മത്സരങ്ങൾക്കായി എത്തുന്നത്. ഹെയ്ത്തി ആകട്ടെ 52 വർഷങ്ങൾക്ക് ശേഷവും. സ്കോട്ട്ലൻഡും മൊറോക്കോയും അവസരത്തിനൊത്ത് കളി പുറത്തെടുക്കുന്ന ടീമുകളാണ്. നെയ്മർ ജൂനിയർ പരിക്കിന്റെ പിടിയിലാണെങ്കിലും 26 അംഗ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പരിശീലന സെഷനുകളിൽ നിന്നും തൽക്കാലം നെയ്മർ വിട്ടുനിൽക്കുകയാണ്. ഒരുപക്ഷെ ആദ്യ മത്സരത്തിൽ ഇറങ്ങാനും സാധ്യത കുറവാണ്. സന്തുലിത ടീമുമായി ഇറങ്ങുന്ന അഞ്ചലോട്ടിന്റെ ശിഷ്യന്മാർ തികഞ്ഞ പ്രതീക്ഷയിലുമാണ്. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.